അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടാവുക. പലർക്കും അറിയില്ല ഈ ഒരു ഫീൽഡ് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത്. നോർമലി നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഫീൽഡിലുള്ള എല്ലാ ജോലികളിലും ഉണ്ടാവാറുള്ളത്. ഒരു 5 വർഷം മുമ്പാണ് ആ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ട്. മാക്സിമം സ്പീഡാണ് ഞാൻ പോകുന്നത്. ഒരു 70-80 ആ റേഞ്ചിലാണ് എൻ്റെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഒരു 40 ഏജ് 35-40 ഏജിലുള്ള ഒരാൾ അപ്പുറത്തെ ട്രാക്ക് ക്രോസ് ചെയ്ത് വന്ന് നമ്മളെ ട്രാക്കിൽ വന്നിരുന്നു. അപ്പോൾ അത് കണ്ട ഞാൻ പെട്ടെന്ന് ഹോൺ അടിക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട്, അയാളെ അറ്റൻഷൻ പിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിയർലി എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ എൻ്റെ മുമ്പിൽ. പെട്ടെന്നാണ് അയാളെ വന്ന് ഇരിക്കുന്നത്. നമുക്കൊരു സെപ്പറേറ്റ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അതടിച്ചു. 3 സെക്കൻഡ് നമ്മൾ ഡിലേ ആയ 100 മീറ്റർ കവർ ചെയ്തു. എപ്പോൾ ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ അപ്പം അടിക്കാം. ലോക്കോ പൈലറ്റിന്റെ സമ്മതം പോലും ചോദിക്കാതെ നമുക്ക് അടിക്കാൻ പറ്റും. ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ആദ്യം ഇൻഫർമേഷൻ വന്നത്. അപ്പം ഞാൻ ഒരിക്കലും ഒരു ഇന്റർവ്യൂ എങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു ധാരണ ഒന്നുമില്ല. അതായത് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇത്ര രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹ്സിനാണ്. അപ്പോൾ നമുക്ക് ഈ മുഹ്സിനെ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ഒരു സെഷനിലേക്ക് മുഹ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മുഹ്സിൻ, വെൽക്കം ടു എൻട്രി. അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് അല്ല, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങളാണ് പല ആളുകൾക്കും ഉണ്ടാവുക. നമുക്ക് ആദ്യത്തെ ഒരു സംശയത്തിൽ തന്നെ നമുക്കിത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അതായത് റെയിൽവേയിൽ നമ്മളൊക്കെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെയിൽവേയിൽ ഒരു എംപ്ലോയി ആയിട്ട് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മൾ ജോലിക്ക് കയറുകയാണെങ്കിൽ ഡൽഹി വരെയൊക്കെ പോകാൻ പോവാം, അതേപോലെ തന്നെ വേണമെങ്കിൽ കാശ്മീർക്ക് പോവാം. അല്ലെങ്കിൽ അങ്ങനെയാണോ ശരിക്കും? എന്താണ് അതിനെക്കുറിച്ചുള്ള മുഹ്സിൻ്റെ ഒരു ഒപ്പീനിയൻ? പലരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഡൗട്ടാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു കോഫി ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു 5-6 വർഷം മുമ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീടെന്ന് പറയുന്നത് താമരശ്ശേരി. അവിടെ ചുരത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് സാറ്റർഡേ സൺഡേസിൽ നമ്മൾ പോയിരുന്ന് 3-ആം വളവിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഭാവിയിൽ എന്താവണം, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെയാണ്. അതേസമയം നമുക്ക് അവിടെ കോഴിക്കോട്, ബാംഗ്ലൂർ ഒരുപാട് ബസ്സുകൾ പോകുന്നതും ട്രാവലേഴ്സിനൊക്കെ നമുക്ക് നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും, ലോറിയിലൊക്കെ ഒരുപാട് ദൂരം സഞ്ചരിക്കും. നമ്മൾക്ക് അതിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, നമുക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മളൊരു ഇന്റൻഷൻ, ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരുണ്ട്, പക്ഷെ അതിനുള്ളൊരു സ്പേസ് ഇല്ല. അതേപോലെ തന്നെ സപ്പോർട്ട് നമ്മളെ ബാക്കിലില്ല. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നിങ്ങളെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉള്ളൊരു രീതിയിൽ, ഒരു ഇൻസ്പിറേഷൻ തരാൻ എന്നുള്ള രീതിയിൽ നമ്മളെ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മൾ എൻട്രിയോടും അതേപോലെ തന്നെ ദൈവത്തോടും നമ്മൾ നന്ദി. ഞങ്ങൾക്കും അത്രയും സന്തോഷമാണ്. കാരണം റെയിൽവേയിൽ 4 വർഷമായിട്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഒരു മേഖലയിൽ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പൈലറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടി ആയിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. അതായത് ഈ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ലോക്കോ പൈലറ്റ് എന്നൊക്കെ പറയുമ്പോൾ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ജോബാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ എത്ര ആളുകളുണ്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ഓക്കെ, ഇതും ഈ ജോലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മൾ പലർക്കും അറിയില്ല ഈ ഒരു ഫീൽഡ് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളത്. നോർമലി നോർത്ത് ഇന്ത്യൻസ് ആണ് ഈ ഫീൽഡിലുള്ള എല്ലാ ജോലികളിലും ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ ഒരു 2019 ഒരു 5 വർഷം മുമ്പാണ് ആ ട്രെൻഡ് ഒന്ന് മാറിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വരുന്ന ഒരു എക്സാം 2024 എക്സാമിലൊക്കെ ഒരുപാട് മലയാളികൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെയിൻ റീസൺ ഇതായിരുന്നു, അന്ന് ഇംഗ്ലീഷ് ഓർ ഹിന്ദിയിൽ മാത്രമാണ് എക്സാം എഴുതാനുണ്ടായിരുന്നത്. അതേപോലെ നമുക്ക് അതിനെ പറ്റിയുള്ള നോളജ് ഇല്ലാത്തതുകൊണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള എക്സാമുകളെ കിട്ടിയ അവയർനെസ് കിട്ടുന്നത്. എൻ്റെ ആ സമയത്ത് നമുക്ക് പറയാം ലേറ്റ് ആയിട്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ചോദിച്ച ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു മറുപടി പറയാം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതും ട്രെയിനിങ് കഴിയുന്നത് വരെ ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർ, ഡൽഹി പിടിക്കുക, അവിടെ ഒരു 1 ഡേ ഒരു 2 ഡേ റെസ്റ്റ് എടുത്തിട്ട് അവിടെ വേണമെങ്കിൽ ഒന്ന് താജ്മഹലൊക്കെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ അടുത്ത ട്രിപ്പിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. തിരിച്ച് റിട്ടേൺ 2 വീക്കോ 3 വീക്കോ കഴിഞ്ഞിട്ട് നാട്ടിലെത്തുന്നു. അതൊക്കെയായിരുന്നു നമ്മുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. റെയിൽവേ എന്ന് പറയുന്ന ഒരു സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറ്റ് ദ നെക്സ്റ്റ് ക്രൂ ചേഞ്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് എറണാകുളത്ത് വെച്ചിട്ട് ചേഞ്ച്. അത്ര ദൂരം സഞ്ചരിക്കാനുണ്ടാവും. നിയർലി ഒരു 200 കിലോമീറ്റേഴ്സ് വരുന്നുള്ള ഒരാൾക്ക് ക്രൂ ചേഞ്ച്. അപ്പൊ തന്നെ പുതിയ ക്രൂ വരുന്നുണ്ടാവും അല്ലേ? പുതിയ ആള് വന്നിട്ട് അവരാണ് അടുത്ത വണ്ടി എടുത്തിട്ട് നെക്സ്റ്റ് കോഴിക്കോട് അതല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് അടുത്ത ക്രൂ വീണ്ടും ചേഞ്ച് ആവും.
അതായത് ഡൽഹി എത്തുന്ന ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ ഒരുപാട് സ്പാൻ ഓഫ് ചേഞ്ച് ആൾക്കാർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. യെസ്, അത് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് ആണല്ലേ ജോബ് എന്ന് പറയുന്നത്. അത് അതില്ലെങ്കിൽ സേഫ്റ്റിയെ മൊത്തം ബാധിക്കും. ക്ഷീണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതെ അതെ അതെ. മാക്സിമം പാസഞ്ചർ ലോക്കോസ് ആണെങ്കിൽ, ട്രെയിൻ ആണെങ്കിൽ മാക്സിമം ഒരു 6 മണിക്കൂറാണ് നമ്മളെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ എത്തും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മളെ യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേയിൽ നമ്മൾ ട്രെയിൻ എങ്ങനെ വളയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് സാധാരണ ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ ഒരു സാധാരണ ഒരു ലോറിയിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വളയ്ക്കുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എന്താ പറയുക ഈ ഒരു വണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിൻ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ടേണിങ്, ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. എന്താ അതിനെക്കുറിച്ചുള്ളൊരു ഇത് ടേണിങ് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളത് റെയിൽ എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. പക്ഷേ ആക്ച്വലി അതല്ല, ഒരുപാട് ബെൻഡുകളും കർവുകളൊക്കെ ഉണ്ട്. അത് അതിന്റെ ട്രാക്ക് വീൽ മൂവ്മെന്റിൽ എന്ത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. അത് വീലിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ടേണിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ട്രെയിൻ എങ്ങനെ തിരിക്കാമെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്കൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. അത് ട്രാക്ക് മാറുന്നതും വേറെ ഒരു പോയിന്റ് സെറ്റ് ചെയ്തിട്ടാണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ എത്തി, ഇപ്പോൾ മംഗലാപുരം സെൻട്രലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പാലല്ല, മീൻസ് ബ്ലോക്ക് ആണല്ലോ, തിരിച്ചു വണ്ടി ഇങ്ങോട്ട് പോകണം. അതിന് ചെയ്യുന്ന വെച്ചാൽ ബോഗി മൊത്തം തിരിക്കില്ല, നമ്മൾ ഓൺലി എഞ്ചിൻ മാത്രമാണ് തിരിക്കുക. ഫ്രണ്ടിലുള്ള എഞ്ചിൻ എടുത്തിട്ട് നേരെ മറ്റൊരു പാളത്തിലൂടെ വന്നിട്ട് ബാക്കിൽ അറ്റാച്ച് ചെയ്യും. അതിനെ എഞ്ചിൻ ETR ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്, ടെക്നിക്കലി പറയാം. അപ്പോൾ ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡീസൽ ലോക്കോയിൽ മാത്രമേ കാണൂ, എഞ്ചിന്റെ മുമ്പിൽ ക്രൂ ഉണ്ടാവില്ല, കുറച്ച് പിറകിലായിട്ട് ലോങ് ഹുഡ് ആയിട്ട് പോകും. രണ്ട് ക്യാബ് ഇല്ലാത്ത എഞ്ചിൻ ആണെങ്കിൽ, സിംഗിൾ ക്യാബ് ആണെങ്കിൽ നമ്മൾ ലോങ് ഹുഡ് വർക്ക് ചെയ്യും. ഡബിൾ ക്യാബ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ്, പെട്ടെന്ന് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, ഡിറ്റാച്ച് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇതിന്റെ പ്രൊസീജിയർ. അതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരിക്കും, നമ്മൾ വളരെ ബാഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ നമ്മൾ റെയിൽവേയിൽ കാണാറുണ്ട്. റെയിൽവേയുടെ മുന്നിൽ സൂയിസൈഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് ടൈം എന്ന് പറയുന്നത് അത്രയും കൂടുതലായതുകൊണ്ടാണോ? ബ്രേക്കിംഗ് എന്ന് പറയുന്ന അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആ രീതിയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ്? റെയിൽവേയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു സംഭവങ്ങൾ മാത്രമാണ്. ഒരുപാട് അറ്റംപ്റ്റുകൾ, സൂയിസൈഡ് ആണെങ്കിൽ രക്ഷപ്പെടുത്തിയ ഒരുപാട് കഥകളുണ്ട്. അതാണ് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ്, അതാണ് കേൾക്കാനും പ്രേക്ഷകർക്ക് മറ്റൊരാളെ ജീവിതം രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും ഒരു ഗുഡ് മൊമെന്റ്. അത്ര മൊമെന്റുകളെ കുറിച്ചാണ് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു അറൗണ്ട് ഒരു ഡേ ഡ്യൂട്ടിയാണ്, വൈകുന്നേരം ഒരു 4 മണി സമയത്ത് മാക്സിമം സ്പീഡാണ് ഞാൻ പോകുന്നത്, ഒരു 70-80 ആ റേഞ്ചിലാണ് എൻ്റെ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു 35-40 ഏജുള്ള ഒരാൾ അപ്പുറത്തെ ട്രാക്ക് ക്രോസ് ചെയ്ത് വന്ന്, അയാൾ ക്രോസ് ചെയ്ത് വന്ന് നമ്മളെ ട്രാക്കിൽ വന്നിരുന്നു. ഓൾറെഡി ആ ട്രാക്കിൽ ട്രെയിൻ അവിടെ നിങ്ങോട്ട് വരുന്നുണ്ട്, അതിന്റെ മുമ്പിൽ ക്രോസ് ചെയ്ത് നമ്മളെ ട്രാക്കിൽ വന്നിരുന്നു. അപ്പൊ അത് കണ്ട ഞാൻ പെട്ടെന്ന് ഹോൺ അടിക്കുന്നുണ്ട്, ലൈറ്റ് ഇടുന്നുണ്ട്, അയാളെ അറ്റൻഷൻ പിടിക്കുന്നുണ്ട്. പക്ഷെ അയാൾ ശ്രദ്ധിക്കുന്നത് വെച്ചാല് ഹോണ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന നേരത്തെ, അതായത് ആ ട്രാക്കിലുള്ള വണ്ടിയാണെന്ന് വിചാരിച്ചാണ് അവിടെ നിൽക്കുകയാണ്. അതായത് ഈ ട്രാക്കിലും വണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ നിയർലി എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു എന്റെ മുമ്പില്. പെട്ടെന്നാണ് അയാളെ വന്ന് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം ഒന്നുമില്ല. LP പൈലറ്റ് ആണ്. എന്താണെന്ന് വെച്ചാല് മറ്റേ വണ്ടി വരുന്നുണ്ട്, ഗേറ്റ് ക്ലോസ്ഡ് ആണ്, അപ്പൊ സേഫ് ആണ്, മുന്നോട്ട് അത്ര ശ്രദ്ധിക്കുകയാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു മുന്നിൽ ആളുണ്ട് എന്ന് പറഞ്ഞു. അയാള് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സെപ്പറേറ്റ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം അത് അടിച്ചു ജസ്റ്റ് ആളിരിക്കുന്നതിന്റെ ഒരു 50 മീറ്റർ ജസ്റ്റ് മുമ്പില് അയാൾ നിന്നതിന് ശേഷമാണ് അയാൾ കാണുന്നത് ഈ വണ്ടി വരുന്നത്. അപ്പൊ അയാള് തിരിഞ്ഞു വന്നിട്ട് ഇങ്ങനെ നമ്മളോട് നമിച്ചിട്ട് അങ്ങോട്ട്, കാരണം അയാളെ ലൈഫാണ് നിങ്ങൾ രസിച്ചത്. അതായത് അയാളുടെ ജീവിതമാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു മൊമെന്റില്. അതായത് ലോക്കോ പൈലറ്റിന്റെ ആ സമയത്ത് അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള ആ ഒരു ഇടപെടലാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടാകുക. അതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സുകളും ഉണ്ടാവും അല്ലേ? അപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ബാഡ് മൊമെന്റ്സുകളല്ല, ഗുഡ് മൊമെന്റ്സുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇത് ബാഡ് മൊമെന്റ്സ് ആണ് നമുക്ക് കൂടുതൽ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? നമ്മളൊരു 110 അല്ലെങ്കിൽ 130 കിലോമീറ്ററിലൊക്കെ പോകുന്ന ഒരു വണ്ടിയാണെങ്കിൽ, സ്പീഡ് അത്ര ആണെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു ഏകദേശം 30 to 35 മീറ്റർ നമ്മൾ മൂവ് ചെയ്യും. 3 സെക്കൻഡ് നമ്മൾ ഡിലേ 100 മീറ്റർ കവർ ചെയ്തു. അപ്പൊ നമ്മളോട് എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ ALPയുടെ കൈ ഓൾവേസ്
ഇവിടെ ഒരു D1 എമർജൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് നമ്മളെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എപ്പോ ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ അപ്പൊ അടിക്കാം. ലോക്കോ പൈലറ്റിന്റെ സമ്മതം പോലും ചോദിക്കാതെ നമുക്ക് അടിക്കാൻ പറ്റും. ഇത് മെയിൻ. അതേപോലെ ഇത് വരും, കാറ്റൽ റൺ വരും. അത് കുറെ അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവില്ല അല്ലേ? അത് ഒരുപാട്. അതിലും ഇതേപോലെ രക്ഷപ്പെടുത്തിയതുകൊണ്ട് അതേപോലെ ഇടിച്ചു പോയതുകൊണ്ട്. യെസ്. അപ്പോൾ അതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ ജോബാണ് അല്ലേ? ഏത് ജോബാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ്. അതായത് റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ സാധാരണ ഉണ്ടാവാറുള്ളത്, ശരിക്കും നമ്മളൊരാളോട് ആളെടുത്ത് സാലറി ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ്. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ലോക്കോ പൈലറ്റിൻ്റെ സാലറി എന്ന് പറയുന്നത് ആ ഒരു പത്രക്കട്ടിങ്ങിൽ കാണുന്ന 19,900 എന്ന് പറയുന്ന ഒരു സാലറി ആണോ? കാരണം 19,900 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിയർലി നോക്കുക ചെറിയൊരു സാലറി. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്നത് ഫിഗറിൽ കാണുന്നതല്ല നിങ്ങളെ ആക്ച്വൽ സാലറി എന്ന് പറയുന്നത്. കാരണം അത്രയും സാലറി ആരും വർക്ക് ചെയ്യത്തില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അതൊരു ബേസിക് ആണ്. ലോക്കോ പൈലറ്റിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ബേസിക് പ്ലസ് നമുക്ക് എന്ത് വരുന്നുണ്ട്, HRA വരും, അതിന്റെ കൂടെ DA വരും. DA ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 54% ആയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിലാണ് അത്രയും കൂടുതലുള്ളത്. DA വരുന്നത്, HRA, ഈ 3 കാര്യങ്ങൾ വരും. പിന്നെ നമുക്ക് വരുന്നത് ലോക്കോ പൈലറ്റിന് മാത്രം ഉള്ളതാണ്. ലോക്കോ പൈലറ്റ് അതേപോലെ ഗാർഡ് എന്ന് പറയുന്നതാണ്. ഈ റണ്ണിങ് അലവൻസ്, കിലോമീറ്റർ അലവൻസ് ഉണ്ട്. 1 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 4 രൂപ വെച്ചിട്ട് നമ്മൾക്ക് കയറും റണ്ണിങ് അലവൻസ് വരും. അപ്പോൾ നമ്മളൊരു 250 കിലോമീറ്റർ ഒരു മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,000 എക്സ്ട്രാ ആയിട്ട് സാലറിയിൽ ആഡ് ആവും. അതേപോലെ തന്നെ വരുന്നതാണ് നമ്മളെ ഓവർ ടൈം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മൾ 4th വീക്ക് നൈറ്റിൽ, അതായത് 2 വീക്ക് 14 ദിവസത്തിൽ നമ്മൾ 104 മണിക്കൂറാണ് മിനിമം ഡ്യൂട്ടി എടുക്കേണ്ടത്. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് എല്ലാ ഡിപ്പോയിലൊന്നും കിട്ടില്ല. കേരളത്തിലൊന്നും അതില്ല. കേരളത്തിലൊക്കെ 2 വീക്കില് മാക്സിമം 70-75 ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ഗുഡ്സ് മൂവ്മെന്റ് കൂടുതലുള്ള സ്ഥലങ്ങളുണ്ടാവും. അതേപോലെ സൈഡിങ്ങുകൾ, ലോഡിംഗ് പോയിന്റ്, അൺലോഡിംഗ് പോയിന്റ് ഒക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒരുപാട് ഡിറ്റൻഷൻ വരും. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാല് പൊതുവെ മലയാളികൾ അങ്ങനെ ഓവർ ടൈം എടുക്കില്ല. പക്ഷെ ഇന്ത്യക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കും. 130, 140 ഒക്കെ അടിക്കും. 140 എന്ന് പറഞ്ഞാല് നിയർലി നമ്മൾ പറയുകയാണെങ്കിൽ അവരൊരു സാലറി റേഞ്ച് കൂടി പറയുകയാണെങ്കിൽ എത്രത്തോളം വരുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതായത് ഒരു 35 മണിക്കൂർ 2 വീക്കിൽ എക്സ്ട്രാ ആയി. അപ്പം നമ്മൾ ഒരു മന്ത്ലി 70 hours എന്തായി ഓവർ ടൈം വന്ന്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 70ക്ക് 400 വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ അറൗണ്ട് ഒരു 28,000, 30,000 അടുത്ത് ഓവർ ടൈം മാത്രം വന്നിട്ടുണ്ട്. കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു 5,000, ഒരു 6,000 ഉണ്ടെങ്കിൽ അതിനൊരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 25ന്റെ അടുത്ത് അതും വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളെ ബേസിക് അതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ മാത്രം നമുക്ക് എന്ത് 50ന്റെ അടുത്ത് എത്തി. അപ്പൊ നിയർലി പറയാന്നുണ്ടെങ്കിൽ അപ്പൊ സാലറി ഞാൻ പറയുകയാണെങ്കിൽ, അപ്പൊ റിവീൽ ചെയ്യുന്നത് എന്റെ സാലറി എന്നല്ല, നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഫ്രഷ് ട്രെയിനിങ് കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്യൂട്ടി എടുക്കല്ല, നോർമൽ ഡ്യൂട്ടി LRS മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങള് സാലറി 40,000 വരും. നെക്സ്റ്റ് മന്ത് ഒരു 45,000 വരും. അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞ കിലോമീറ്ററും ഓവർ ടൈം ഒക്കെ കയറി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, അപ്പൊ നിങ്ങൾ നല്ലോണം ആണെങ്കിൽ നിങ്ങൾക്കൊരു 70, 80, ഇനി വേണമെങ്കിൽ 90. എന്റെ കൂടെ വർക്ക് ചെയ്തൊരു 1 lakh വാങ്ങിച്ചു 1 lakh 1 month സാലറി ആയിട്ട് വാങ്ങിയിട്ടുള്ള ALP വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. സോ അത്രയും എന്താ പറയുക റെമ്യൂണറേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും പിന്നോട്ട് വലിക്കേണ്ട കാര്യം. പിന്നുള്ളൊരു സംശയമാണ്, അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടുമോ എന്നുള്ളതാണ്. അതായത് ഈ ALP ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം എത്ര ലീവ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ലീവ് ഉണ്ടോ? നമുക്ക് ഒരു എന്താ പറയുക അഡ്വഞ്ചറിസം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്രമേ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കുറച്ച് നമ്മൾ അതേപോലെ റിസ്ക് എടുക്കാനും തയ്യാറാവണം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഡ്യൂട്ടി അവർ, അതേപോലെ തന്നെ ഡ്യൂട്ടി വരുന്ന സമയങ്ങൾ, ഇതൊക്കെ എന്താണ്, രാത്രി 12 മണി, 2 മണി, അല്ലെങ്കിൽ 4 മണി, ഈ സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുക ഡ്യൂട്ടി വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വർക്ക് കളഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ശരി, അങ്ങനെ പറയുന്ന സമയത്തുണ്ടല്ലോ. അപ്പം പല ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞത് എത്ര ഓവർ ടൈം അല്ലെങ്കിൽ 12 PM വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ളത്. ശരിക്കും ഡോക്ടേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ അതായത് ഏത് ജോലിയാണെങ്കിലും എന്താണ് മറ്റേ നൈറ്റ് ടൈമിൽ വർക്ക് ചെയ്യാനുണ്ടാവും. അതൊക്കെ ഇതിന്റെ ഒരു പാർട്ട് ഓഫ് ദി ജോബാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് യാതൊരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടാണ്ട് എന്താ പറയുക 9 to 4 ജോബ് ആണെങ്കിൽ ഓഫീസിൽ ഇരിക്കുന്ന ഒരു ജോലിയായിരിക്കും ബെറ്റർ ആയിട്ടുണ്ട്. ഇത് എമർജൻസി ഡോക്ടർ അതേ ഡ്യൂട്ടിയാണ്. നമുക്ക് ഡ്യൂട്ടി വരികയെന്ന് വെച്ചാൽ 2 മണിക്കൂർ മുമ്പാണ് നമുക്ക് കോൾ വരിക, വണ്ടി വന്നിട്ടുണ്ട്, അതിന് ചാർജ് എടുക്കണം. ആ 2 മണിക്കൂറിൽ നമ്മൾ എന്താണോ ആക്ടിവിറ്റി അത് സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, ഫ്രഷ് അപ്പ് ആവുക,
ജോലിക്ക് പോകാനുള്ള അരമണിക്കൂർ മുമ്പ് ജോലിക്ക് പോകാൻ ഇറങ്ങുക. ഇതാണ് നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ബി പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ. അതെ, ഇപ്പൊ ഞാൻ KSRTC പണ്ട് ഇപ്പോൾ ആ രീതിയൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ഡ്യൂട്ടി എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കാലിക്കറ്റിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം പോയി കഴിഞ്ഞാൽ ആ ട്രിവാൻഡ്രത്ത് നിന്ന് ഉടനെ അടുത്ത ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ഒരു സ്റ്റേജ് ഒക്കെ പണ്ട് ഉണ്ടായിരുന്നു. ലോക്കൽ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ALPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ ഒരു ഡ്യൂട്ടിയെ കുറിച്ച്? ഒരു ഡ്യൂട്ടി എടുത്തിട്ട് ഇപ്പൊ 2 മണിക്കൂറിൽ അടുത്ത ഡ്യൂട്ടി വരാൻ സാധ്യത ഉണ്ടോ? അതായത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ യൂട്യൂബ് അത്ര നമുക്ക് ഫെമിലിയർ അല്ല. അപ്പൊ ഈ ജോലിയുടെ നേച്ചറിനെ പറ്റി നമുക്ക് അത്ര ഐഡിയ ഇല്ല. നമുക്ക് PDF കാണുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞാനും കരുതിയതായിരുന്നു നമ്മൾ KSRTC ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായത് ഡബിൾ ഡ്യൂട്ടി എടുക്കുക എന്ന് പറയുന്നത്. ആഴ്ചയിൽ 3 ദിവസം കൊണ്ട് 4 ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 ദിവസം ലീവ്. ഇതേ സംഭവമാണ് നമ്മുടെ റെയിൽവേയിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. 4 ദിവസം ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ 3 ദിവസം നമുക്ക് കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ. റെയിൽവേയിൽ അങ്ങനെയല്ല. റെയിൽവേയിൽ നമ്മൾ ഒരു ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കൊരു 8 മണിക്കൂർ കമ്പൾസറി റെസ്റ്റ് ഉണ്ടാവും. 8 മണിക്കൂർ നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഡ്യൂട്ടി തരും. അത് ചിലപ്പോൾ മേ ബി നമുക്ക് പൊസിഷൻ സ്ലാക്ക് ആണെങ്കിൽ, അതായത് വണ്ടി ഇല്ലെങ്കിൽ, ആളുകൾ കൂടുതൽ, ക്രൂ അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മണിക്കൂറോ 12 മണിക്കൂറോ റെസ്റ്റ് കിട്ടും. അത് ഗുഡ്സിൻ്റെ ആണ് ഞാൻ പറയുന്നത്. ഇനി അത് പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ ഫിക്സ്ഡ് അതായിരിക്കും, ടൈമിംഗ് ആയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ മോർണിംഗ് ഒരു 6 മണിക്ക് ഒരു വണ്ടി എടുത്താൽ ഓൾമോസ്റ്റ് 12 മണിയാകുമ്പോൾ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ചിലപ്പം 24 hours അടുത്ത സ്റ്റേഷനിൽ റെസ്റ്റ് ആയിരിക്കും. കാരണം തിരിച്ചൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ആ വണ്ടിയിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എമർജൻസി കേസിൽ മാത്രമേ ലിങ്ക് മാറ്റുള്ളൂ, അല്ലാതെ നമ്മൾ ഫിക്സ്ഡ് ആയിരിക്കും. അങ്ങനെ തന്നെ വരിക. ഗുഡ്സ് ട്രെയിൻ ആകുമ്പോൾ 8 മണിക്കൂർ റെസ്റ്റ്, തൊട്ടുടനെ എന്ത് ചെയ്യും, അടുത്ത വണ്ടി വരും. അതും നമ്മൾ ബേസ് സ്റ്റേഷനിലേക്കല്ല പോവുക, ഔട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് രണ്ടാമതൊരു ഔട്ട് സ്റ്റേഷനിലേക്ക് പോകും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അതും 12 മണിക്കൂർ, ഓൾമോസ്റ്റ് 12 മണിക്കൂർ, ചിലപ്പോൾ 16 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ അതില്ല. ആ രീതിയിൽ അത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു വർക്ക്. കാരണം ഒരുപാട് ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പല ഇനി മുതൽ ഇയർലി റിക്രൂട്ട്മെന്റ് ഒക്കെ വരികയെന്ന് കേൾക്കുന്നുണ്ട്. സോ അപ്പൊ അത്ര ഹെക്റ്റിക് ആയില്ല. അപ്പൊ നമ്മൾ ബാക്ക് ടു നമ്മളെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇയർലി നമുക്ക് എത്രത്തോളം ലീവ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്? ലീവിന്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. നമുക്ക് 30 ലീവ് LAP എന്ന് പറഞ്ഞിട്ട് 30 ലീവ് ഉണ്ട് വരുന്നുണ്ട്. അത് ഫിക്സ് നമുക്ക് കിട്ടാവുന്ന ലീവ്. അതേപോലെ ഒരു 10 CL ഉണ്ടാവും ക്യാഷ്വൽ ലീവ് ആയിട്ട് നമുക്ക് എമർജൻസി കേസുകൾ എടുക്കാൻ പറ്റും. 10 ലീവ് 40 ലീവാണ് എടുക്കാൻ പറ്റും. അതിന് പുറമെ നമുക്ക് മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് സിക്ക് ലീവ്. അപ്പോൾ നമുക്ക് വയ്യ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സിക്ക് ലീവ് എടുക്കാൻ പറ്റും. ഇനി അഥവാ നമുക്ക് മൂഡില്ല ഒന്നൊരു ദിവസം പോകാനും മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിലും നമുക്ക് സിക്ക് ലീവ് വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. അതൊരു 20 ലീവാണുള്ളത്. അറൌണ്ട് 60 ലീവ് വരും. ചില സ്ഥലത്ത് ഈ സിക്ക് ലീവ് എന്ന് പറയുന്നത് 2 ലീവ് ഒന്നാക്കിയിട്ട് ക്ലബ് ചെയ്യും. അതായത് 20 ഉണ്ടാവില്ല, 10 വരുള്ളൂ. അതായത് ഒരു ലീവിന് പകരം 2 എടുക്കും ക്യുമുലേറ്റീവ് ആയിട്ട്. അപ്പോൾ 50 ലീവ് നമുക്ക് എന്തായാലും കിട്ടും. ഈ ലീവ് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഈ ലീവിൽ നമുക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത്, അതായത് നമ്മൾ ലീവൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നൊരു പൈസ പിന്നീട് നമുക്ക് അതിൽ നിന്ന് എൻകാഷ് ചെയ്യുന്നതിനെ കൂടെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? അതായത് പേഴ്സണലി ലീവ് ഒന്നും എടുക്കാണ്ട് ഫുൾ ടൈം വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പറഞ്ഞാൽ ലീവ് എടുക്കൂല. പരമാവധി നമ്മൾ ഗൾഫിൽ പോകുന്ന സിസ്റ്റമാണ്. അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ഉണ്ടല്ലോ, അവർ എപ്പോഴെങ്കിലും വർഷത്തിലൊരു പ്രാവശ്യം നാട്ടിൽ പോകും. അതേപോലെയാണ് അവരുടെ കേസ് എന്ന് പറയുന്നത്. ലീവ് എടുക്കൂല അവർ ലീവ് കൂട്ടി വെച്ചിട്ട് സേവ് ചെയ്ത് ഇത് എൻകാഷ് ചെയ്യാനുള്ള രീതിയിൽ. ഇപ്പൊ നമുക്കൊരു ബേസിക് കുറവാണെങ്കിലും ഒരു 25 അല്ലെങ്കിൽ 35 ബേസിക് എങ്കിലും നമ്മൾ റിട്ടയർഡ് ആകുന്ന സമയത്തേക്ക് നമ്മളെ ബേസിക് ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ച് വരും. അപ്പോൾ ആ ലീവിന് ഈ സമയത്ത് കിട്ടുന്നതിന്റെ ഒരു ട്രിപ്പിൾ എമൗണ്ട് ആ സമയത്ത് കിട്ടാൻ പറ്റും. ശരിക്കും ആ ട്രിപ്പിൾ സമയം അത്രയും നമുക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൊമെന്റ്സുകൾ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ ലീവ് ചില ഡിപ്പോകൾ ലെക്കാണ്. ഇതൊരു സംഭവം നമുക്ക് ഏത് ഡിപ്പോ കിട്ടുന്ന പറഞ്ഞാൽ ലെക്കാണ്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഡിപ്പോയില് അറൌണ്ട് 200 അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു. അതേപോലെ 250 ലോക്കോ പൈലറ്റ് ഉണ്ടാവും. ആ സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞാലേ ഡ്യൂട്ടി വരുള്ളൂ. 48 hours റെസ്റ്റ് എടുക്കുക. 2 ദിവസം നമുക്ക് ആരാംസ് ഇരിക്കാൻ പറ്റും. അപ്പൊ അതിനുശേഷം അടുത്ത ഡ്യൂട്ടി വരും. അതും ചിലപ്പോൾ 2 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വരിക. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 72 3 ദിവസം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ വരിക. നമ്മളവിടെ 48 hours റിട്ടേൺ വരും. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഫാമിലിയുടെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലീവ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ
ഇതേ സംഭവം ഈ ഓവർ ടൈം അടിക്കുന്ന ഡിപ്പോകൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഒരുപാട് മൂവ്മെന്റ് നമ്മളെ പോസ്റ്റിങ്ങിന് അനുസരിച്ചിട്ടിരിക്കും അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് കിട്ടില്ല. നമുക്ക് ഹെഡ് ക്വാർട്ടറിൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ എത്രയായാലും 10 മണിക്കൂറിന്റെ ഡ്യൂട്ടി ആയാലും 2 മണിക്കൂറിന്റെ ഡ്യൂട്ടി ആയാലും 16 മണിക്കൂർ കമ്പൽസറി റെസ്റ്റ് കിട്ടും നമ്മളെ ഹോം ടൗണിൽ. അപ്പോൾ അത് അവിടെ ആളുകളില്ലെങ്കിൽ ക്രൂ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മളെ 14 മണിക്കൂറിലും എന്ത് ചെയ്യും, വിളിച്ച് ബുക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ജോയിൻ ടൈമില് പൊസിഷൻ സ്ലാക്ക് ചെയ്യും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും പ്രൊമോഷൻ വന്നു. അപ്പൊ എന്ത് ചെയ്തു, പൊസിഷൻ വീണ്ടും എന്ത് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു 2 വർഷം ഫുൾ ഓട്ടത്തിലായിരുന്നു. അത് ശരി, അത് ഓരോ ലക്കിനനുസരിച്ചിട്ടാണ്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂസിന് എൻ്റെ ഒരു മൈൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ വളരെ ഹോംസിക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നാട്ടിലേക്കുള്ള, അതായത് പല ആൾക്കാർക്കുള്ള സംശയമാണ് ഇപ്പോൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കേരളത്തിൽ വേക്കൻസി കുറവായതുകൊണ്ട് കേരളത്തിന് പുറത്തു പോയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ബാംഗ്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞാൻ സെക്കന്ദരാബാദ് ആയിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അവിടെ വേക്കൻസി കൂടുതലാണ്. പിന്നെ കേരളത്തിലേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട്? കേരളത്തിലേക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാല് 2 ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ സെയിം കോളേജിൽ പഠിച്ച്, അവന് സെക്കന്ദരാബാദാണ് കൊടുത്തത്. അപ്പോൾ അവന് ഫസ്റ്റ് പോസ്റ്റിങ് ഞങ്ങൾ 6 മാസം മുമ്പ് അവിടെ കിട്ടി. സെക്കന്ദരാബാദ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഗുണ്ടക്കലാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഗുണ്ടക്കലിന് മൈസൂരിലേക്ക് മ്യൂച്വൽ ട്രാൻസ്ഫർ നടക്കും. മൈസൂരിൽ ഒരുപാട് ആന്ധ്രക്കാരുണ്ടാവും, ആന്ധ്രക്കാർ, അതേപോലെ വെസ്റ്റ് ബംഗാൾ, ആ സൈഡിലുള്ള ഒരുപാട് ഈ മൈസൂർ ഡിവിഷനിലുണ്ട്. അപ്പൊ അവര് തമ്മിൽ 6 മാസത്തിന്റെ ഇടയിൽ ഇന്റർചേഞ്ചിങ് നടക്കും. പക്ഷെ എന്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹുബ്ലിയിലായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈസൂരിലേക്ക് എത്താൻ പറ്റില്ല, ട്രാൻസ്ഫർ കിട്ടില്ല. അപ്പം ഞാൻ 4 വർഷമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ കിട്ടില്ല. കാരണം ചില ഡിവിഷനിലേക്ക് ആളുകൾ വരില്ല, കാരണം അവിടെ അത്രയും വർക്ക് ലോഡ് ആയിരിക്കും. അതേസമയം ചില ഡിവിഷനിൽ വർക്ക് ലോഡ് കുറവായിരിക്കും, അവിടേക്ക് ആളുകൾ സിമ്പിൾ ആയിട്ട് വരികയും. അതേപോലെ ബാംഗ്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും എത്തിപ്പെടുന്ന സ്ഥലമാണ്, ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്, അത്രയും കംഫർട്ട് ആണെന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. നമ്മളെ ഈ 2016 2011 ആ ഒരു സമയത്ത് ജോയിൻ ചെയ്ത ഒരുപാടുണ്ട്. ഇവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. നമ്മൾ ഈ ഗോഡ്സ് ഓൺ കൺട്രി നമ്മളും ഇങ്ങനെ പറയാന്നുള്ളതാണ്. ഇപ്പോഴാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റി, അതേപോലെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ ഫുഡ്, എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഇവിടെ തന്നെ റിട്ടയർ ആവാൻ തീരുമാനിക്കും. റിട്ടയർമെന്റിന് ശേഷം ഇവിടെ തന്നെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ 1-2 മെത്തേഡുകളൊക്കെ ഉണ്ട്. സ്പൗസ് ട്രാൻസ്ഫർ വെച്ചിട്ട് കിട്ടും, അവര് റിലീവ് ചെയ്യണം. ഡിപ്പോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പോ റിലീവ് ചെയ്താൽ മാത്രമേ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ.